എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 മെയ് 21 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനാകണമെന്നുള്ള ലക്ഷ്യത്തിന്റെ പിറകെയായിരിക്കും നിങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതിന് ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് ടാലന്റ് ഏറ്റവും പുതിയ LP-UP അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും നോട്ടിഫിക്കേഷന് വരികയുള്ളൂ. ഇപ്പോൾ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുന്നേ തന്നെ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. സോ ഈ ഒരു പുസ്തകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ ന്യൂ SCERT ഫാക്ടുകളും ഒക്കെ തന്നെ ഈ ഒരു പുസ്തകത്തിൽ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkeela.com എന്നിവരോടൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ടാലന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയം ആണ്. ഇതിനകത്ത് മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ ന്യൂ SCERT ഫാക്ടുകളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകവും നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkeela.com എന്നിവയിലൊക്കെ തന്നെ ലഭ്യമാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് കുറച്ചധികം നിയമനങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ഒരുപാട് പോയിന്റുകൾ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റുകളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പോൾ നമ്മൾ അതിന് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ്. അതായത് കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാനായിട്ട് 2026 രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? അപ്പോൾ നമ്മുടെ റീസെന്റ് ആയിട്ട് നമ്മുടെ പുതിയ മന്ത്രിസഭയൊക്കെ വന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു ധവളപത്രം പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് ഈ ഒരു ധവളപത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും, അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള വരവ്, ചെലവ്, പൊതുകടങ്ങൾ, സംസ്ഥാനത്തിന്റെ മറ്റു ബാധ്യതകൾ, അപ്പോൾ ഇവയെക്കുറിച്ചൊക്കെ വളരെ വിശദമായ രീതിയിൽ പഠിച്ച് ഒരു റിപ്പോർട്ട് നൽകാനായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ KM ചന്ദ്രശേഖർ. ആരാണ്? ഡോക്ടർ KM ചന്ദ്രശേഖർ ആണ് ആ ഒരു സമിതിയുടെ അധ്യക്ഷൻ എന്ന് പഠിക്കുക. ഈ ഒരു ധവളപത്രം എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കുന്നു വേണ്ട. ഈ ഒരു ധവളപത്രം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഔദ്യോഗിക സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സർക്കാരോ ഒക്കെ പുറത്തിറക്കുന്ന ഒരു ഔദ്യോഗിക രേഖയാണ്. അതായത് അവർക്ക് തീർച്ചയില്ലാത്ത ചില കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവരിറക്കുന്ന ഒരു ഔദ്യോഗിക രേഖയാണ് ഈ ധവളപത്രം എന്ന് പറയുന്നത്. സോ ഇനിയിപ്പോൾ 2026 ജൂണിന് മുന്നായിട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ പുതിയ സർക്കാർ ഒരു ബജറ്റ് അവതരിപ്പിക്കും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ധവളപത്രം പുറത്തിറക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. അപ്പോൾ വേറെ ഒന്നുമില്ല, ഈ ഒരു ധവളപത്രം പുറത്തിറക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കണക്കുകളൊക്കെ പരിശോധിച്ച് വരവും ചെലവും പൊതുക്കടവും മറ്റ് സാമ്പത്തിക ബാധ്യതകളും ഒക്കെ പരിശോധിച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ധവളപത്രത്തിന്റെ ഉദ്ദേശം. കൃത്യമായിട്ട് പഠിക്കുക. ആ ധവളപത്രം പുറത്തിറക്കാനായിട്ട് രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ KM ചന്ദ്രശേഖർ ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ്. അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ CAT A ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായ ആദ്യത്തെ വനിത ആരാണ്? അപ്പോൾ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ CAT A ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായ ആദ്യത്തെ വനിത ആര് എന്നുള്ളതാണ്. അത് സ്ക്വാഡ്രൺ ലീഡർ സാന്യ. ആരാണ്? സ്ക്വാഡ്രൺ ലീഡർ സാന്യ ആണ്. കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ ഈ ഒരു CAT A എന്ന് പറയുന്നത് കൊണ്ട് ഇതൊരു ഉയർന്ന റാങ്ക് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുമാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർമാർക്കിടയിലുള്ള ഒരു ഉയർന്ന റാങ്ക് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു CAT A എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വീണ്ടും നമ്മുടെ കേരള നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമനം തന്നെയാണ്. അതായത് 16ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരാണ്? എന്താണ് 16ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ 16ാം കേരള നിയമസഭയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിലെ പ്രോട്ടേം സ്പീക്കർ ആര് എന്നുള്ളതാണ് G സുധാകരൻ ആണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതായത് നമുക്കറിയാം ഇപ്പോൾ മന്ത്രിസഭ അധികാരം ഏറ്റിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ട്. അത് മാത്രമല്ല സ്പീക്കറെ തിരഞ്ഞെടുക്കാനുണ്ട്. സോ നമ്മുടെ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? ഈ പ്രോട്ടേം സ്പീക്കർ ആയിരിക്കും. നമ്മുടെ നിയമസഭയിലെ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് പ്രോട്ടേം സ്പീക്കർ ആയിരിക്കും. അപ്പോൾ അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ G സുധാകരൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇതിന് ഒരു കാര്യം കൂടിയുണ്ട്. ഇദ്ദേഹം ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലപ്പുഴയാണ് കേട്ടോ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി പഠിക്കുക. അപ്പോൾ 16ാം കേരള നിയമസഭയിലെ പ്രോട്ടേം സ്പീക്കർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ G സുധാകരനാണ്. ഇനി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്നും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ഷാനിമോൾ ഉസ്മാനാണെന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ സ്പീക്കർക്ക് ഇലക്ഷൻ ഉണ്ടാവും, ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഇലക്ഷൻ ഉണ്ടാവും. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, 16ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്നത് G സുധാകരനാണ്.
ഇനി അടുത്തത് വീണ്ടും നമ്മുടെ ക്യാബിനറ്റ് വന്നപ്പോൾ എടുത്ത ആദ്യത്തെ തീരുമാനമാണ് എന്തെന്ന് പറയുന്നത്, കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ എന്ത് ചെയ്തു, അവർ നിയമിച്ചു. അപ്പോൾ നമ്മുടെ പുതിയ ക്യാബിനറ്റ് എടുത്ത തീരുമാനം അല്ലെങ്കിൽ പുതിയ ക്യാബിനറ്റ് അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് നിയമിച്ചത് ആരെയാണ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അത് ജാജു ബാബു. ആരാണ്? ജാജു ബാബു ആണ്. കൃത്യമായിട്ട് പഠിക്കണേ, ജാജു ബാബു ആണ് നമ്മുടെ കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. അത് മാത്രമല്ല അതിനൊപ്പം മറ്റൊരു നിയമനം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ നിയമനം എന്ന് ചോദിച്ചാൽ, അസഫ് അലിയെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, രണ്ട് നിയമനങ്ങളാണ് ഒരു കാര്യത്തിൽ നമ്മൾ പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അത് ജാജു ബാബു. ആരാണ്? ജാജു ബാബു. ഇനി അടുത്തത് അസഫ് അലിയെ എന്ത് ചെയ്തു, പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസഫ് അലിയാണ്. സോ ഈ രണ്ട് നിയമനങ്ങൾ കൂടി ഒന്ന് കൃത്യമായിട്ട് പഠിക്കണേ. അപ്പൊ നമ്മൾ കുറച്ചധികം നിയമനങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് വന്നത്. ഇനി നമുക്കൊരു രണ്ട് അവാർഡുകളിലേക്ക് കടക്കാം. അപ്പോൾ ഇത്രയും നിയമനങ്ങളൊന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട നിയമനങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇതിൽ പലതുമൊക്കെ ഓൾറെഡി PSC ചോദിച്ചു കണ്ട കാര്യങ്ങളുമാണ്. ഇനി രണ്ട് പ്രധാനപ്പെട്ട അവാർഡിലേക്ക് നമ്മൾ കടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പുരസ്കാരം. ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയാൻ പിള്ളേരെ, ഈ മലയാറ്റൂർ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മലയാറ്റൂർ അവാർഡ് എന്ന് പറയുന്നത് നമുക്ക് പരീക്ഷയിൽ പൊതുവെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം എന്ന് പറയുന്നത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പുരസ്കാരമുണ്ട്, മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരമുണ്ട്. അപ്പൊ രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യും, തിരിഞ്ഞു പോകും. സോ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5ാമത് സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹനായത് ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5ാമത് സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹനായത് ആരാണ്? അത് KV മോഹൻകുമാർ ആണെന്നുള്ള കാര്യം ഓർക്കുക. അദ്ദേഹത്തിന്റെ ഉല നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും, എന്താണ്, ഉല നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം കിട്ടിയത്. അപ്പോൾ 2026 പ്രഖ്യാപിച്ച പുരസ്കാരം ഏതാണ്? മലയാറ്റൂർ ഫൗണ്ടേഷന്റെ എത്രാമത്തെ, 5ാമത്തെ എന്താണ് മലയാറ്റൂർ പുരസ്കാരം. കൃത്യമായിട്ട് പഠിക്കുക. അവാർഡ് കിട്ടിയത് KV മോഹൻകുമാറിന് ഉല നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്ന് പറയുന്ന പുസ്തകത്തിനാണ് അവാർഡ് കിട്ടിയത്. ഇനി എന്തായാലും ഒരു അവാർഡാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലെ അവാർഡ് കൂടെ നോക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്തെടുത്തേ, 4ാമത്തെ അവാർഡ് ആർക്കായിരുന്നു? അത് അംബികാസുധൻ മാങ്ങാട്. കേട്ടോ, അംബികാസുധൻ മാങ്ങാടിനാണ് 4ാമത്തെ പുരസ്കാരം. അദ്ദേഹത്തിന്റെ അല്ലോഹലൻ എന്ന് പറയുന്ന രചനയ്ക്കാണ് പുരസ്കാരം കിട്ടിയത്. അല്ലോഹലൻ. അപ്പോ ഇവിടെ ശരിക്കും ഒരു പുസ്തകം കൂടി പഠിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി നമുക്കുണ്ട്. അപ്പോൾ 4ാമത്തെ പുരസ്കാരം അംബികാസുധൻ മാങ്ങാടിന് അല്ലോഹലൻ എന്ന് പറയുന്ന രചനയ്ക്കാണ്. ഇനി 3ാമത്തെ പുരസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ MV ജനാർദ്ദനനാണ്. ആർക്കാണ്? MV ജനാർദ്ദനനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് പെരുമലയൻ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. അപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പുരസ്കാരമാണ്. 5ാമത്തെ അവാർഡ് KV മോഹൻകുമാറിനാണെന്ന് പറഞ്ഞു. 4 അംബികാസുധൻ മാങ്ങാട്, 3 MV ജനാർദ്ദനൻ. ഏതൊക്കെയാ പുസ്തകങ്ങൾ പറഞ്ഞത്? 5ാമത്തെ അവാർഡ് ഉല നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും, ഇനി 4ലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലോഹലൻ, 3ലേക്ക് വന്നു കഴിഞ്ഞാൽ പെരുമലയൻ. ഇത്രയും കൃത്യമായിട്ട് പഠിക്കേ. ഇനി ഒരു അവാർഡും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഈ മലയാറ്റൂർ ഫൗണ്ടേഷൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ മലയാറ്റൂർ ഫൗണ്ടേഷൻ 2026 ഇത് ആദ്യമായിട്ടൊരു അവാർഡ് കൊടുത്തു. അതായത് മലയാറ്റൂർ അവാർഡ് എന്താണ്, സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു മലയാറ്റൂർ അവാർഡ് 2026 ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു മലയാറ്റൂർ ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ചു. ആ അവാർഡ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുന്ധതി റോയ്. ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് പഠിക്കുക. അരുന്ധതി റോയ്ക്കാണ് 2026 മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകിയ ആദ്യ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത്. ഇനി മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിലേക്ക് പോവാം. അപ്പോൾ ഫൗണ്ടേഷന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരം 3 പറഞ്ഞു. ദെൻ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ സമഗ്ര സംഭാവന പുരസ്കാരം പറഞ്ഞു. ഇനി മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരമാണ്. അപ്പോൾ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 2 പുരസ്കാരങ്ങൾ നമുക്ക് നോക്കിയാൽ മതി. കാരണം 2025 അവസാനമായിട്ട് സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരം പ്രഖ്യാപിച്ചത്. അതായത് 18ാമത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരമായിരുന്നു. ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷ് കുമാർ. ആർക്കാണ്? സന്തോഷ് കുമാർ. നമുക്കറിയാം ഈ എഴുത്തുകാരനെ വയലാർ അവാർഡൊക്കെ കിട്ടിയ വ്യക്തിയാണ്. വയലാർ അവാർഡ് കിട്ടിയ അതേ പുസ്തകം തന്നെ തപോമയ്യുടെ അച്ഛൻ. കേട്ടോ, തപോമയ്യുടെ അച്ഛനാണ് അദ്ദേഹത്തിന് എന്ത് അവാർഡ് കിട്ടിയത്? മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത്തെ അവാർഡ് കിട്ടിയത്. ഇനി 17ാമത്തെ അവാർഡ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാറാ ജോസഫിന്. ആർക്കാണ്? സാറാ ജോസഫിനാണ്. കൃത്യമായിട്ട് പഠിക്കുക. സാറാ ജോസഫിനാണ് 17ാമത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം കിട്ടിയത്. പുസ്തകം എന്ന് പറയുന്നത് എസ്തേർ. ഏതാണ്? എസ്തേർ എന്ന് പറയുന്ന പുസ്തകത്തിനാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളും അവരുടെ എന്താണ് എഴുത്തുകാരെയും പറഞ്ഞു. എന്തുകൊണ്ട് അവരെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാറ്റൂർ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ അവാർഡ് നമ്മൾ പറഞ്ഞു, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ സമഗ്ര സംഭാവനക്കുള്ള അവാർഡ് പറഞ്ഞു, മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാരവും പറഞ്ഞു. അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക.
ഇനി അടുത്ത അവാർഡിലേക്ക് പോവുകയാണ്. അടുത്ത അവാർഡ് എന്ന് പറയുന്നത് മഹാകവി പി സ്മാരക കവിതാ പുരസ്കാരത്തിന് 2026 അർഹനായത് ആരാണ്? അപ്പൊ എന്താ പറഞ്ഞേ? മഹാകവി പി സ്മാരക കവിതാ പുരസ്കാരത്തിന് 2026 അർഹനായത് ആരാണ്? പി ശ്രീധരൻ ഉണ്ണി. ആർക്കാണ്? പി ശ്രീധരൻ ഉണ്ണിക്കാണ് അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ യക്ഷിയുടെ പരിണാമം, ഏതാണ്? യക്ഷിയുടെ പരിണാമം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിതയ്ക്കാണ് പുരസ്കാരം കിട്ടിയത്. അപ്പൊ എന്താ പറഞ്ഞേ? മഹാകവി പി സ്മാരക കവിതാ പുരസ്കാരം 2026 പുരസ്കാരത്തിന് അർഹനായത് പി ശ്രീധരൻ ഉണ്ണിയാണ്. അദ്ദേഹത്തിന്റെ ഏത് പുസ്തകമാണ്? യക്ഷിയുടെ പരിണാമം എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടിയത്. കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എഗെയിൻ ക്യാബിനറ്റിന്റെ തീരുമാനമാണ്. കാരണം നമ്മുടെ പുതിയ മന്ത്രിസഭ വന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പുതിയ ഭരണം വന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പല മേഖലകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങിയതൊക്കെ കാണാൻ സാധിക്കും. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അപ്പൊ ഇതാണ് ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നമ്മുടെ ക്യാബിനറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച കാര്യമാണ്. പക്ഷേ വയോജന വകുപ്പ് മാത്രമാണോടാ? അല്ല. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബില്ല് അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും കേരളമാണ്. അത്തരത്തിൽ നമ്മുടെ വയോജന കമ്മീഷൻ നിലവിൽ വന്നു. ആ വയോജന കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? സോമപ്രസാദ് ആണ്. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കമ്മീഷന്റെ കാലാവധി 3 വർഷമാണ്. ദെൻ ആ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, എങ്കിലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു മാത്രം. സോ വയോജന കമ്മീഷൻ ആദ്യമായിട്ട് വന്നതും അല്ലെങ്കിൽ വയോജന വകുപ്പ് ആദ്യമായിട്ട് വന്നതും എവിടെ തന്നെ? കേരളത്തിൽ തന്നെയാണ്. ദെൻ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഇമ്പോർട്ടൻ്റ് എഴുതി വെച്ചോളുക. കാരണം ഈ ഒരു വകുപ്പിന്റെ മന്ത്രിയെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലുമൊക്കെ പരീക്ഷകളിൽ ചോദിക്കും. കാരണം ഒരു റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ആദ്യമായിട്ടൊരു വയോജന വകുപ്പ് വരുന്നു, അതിനൊരു മന്ത്രിയെ പ്രഖ്യാപിക്കും. അപ്പൊ ആ മന്ത്രിയെ പഠിച്ചു വയ്ക്കുക. മന്ത്രികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. സോ ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇനി അടുത്തത് ഒരു വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ജസ്റ്റ് ഒരു ഓൺലൈനറായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് 60 രൂപയുടെ സ്മരണിക നാണയം പുറത്തിറക്കി. അപ്പോൾ 2026 നമ്മുടെ HLL എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുന്നു? 60 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതായത് 1966 ഈ പറയുന്ന HLL സ്ഥാപിതമാവുന്നത്. സോ അതിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് 60 രൂപയുടെ ഒരു കോയിൻ എന്ത് ചെയ്തു? പുറത്തിറക്കി. ഇപ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ സെന്റൻസ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ ഇടയ്ക്ക് 2026 നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുന്നു. അതായത് കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും VP സാനു എന്ത് ചെയ്തിരിക്കുന്നു? രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും VP സാനു രാജിവെച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? പുതിയ ആള് വരും. ആ ആളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കണേ. ഈ സ്പോർട്സ് കൗൺസിലൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചതാണ് കേട്ടോ. കാര്യം യു ഷറഫ് അലിയൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. അപ്പോൾ VP സാനുവിന്റെ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാവകാശം PSCക്ക് കിട്ടിയില്ല. കാര്യം 2026 മാർച്ചൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന്റെ നിയമനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്താണ്? ഈ ഒരു മെയ് മാസത്തിൽ അദ്ദേഹം രാജിവെക്കുകയാണ്. അപ്പോൾ 2026 മെയ് മാസത്തിൽ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ചത് VP സാനു ആണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ തലത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപഗ്രഹ സഹായത്തോടെ നിരീക്ഷിക്കാനുള്ള സാറ്റലൈറ്റ് ടാഗ് ഘടിപ്പിച്ച ഗംഗാ സോഫ്റ്റ് ആമയെ അസമിലെ കാസിരംഗ നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ് എന്ത് ചെയ്തു? തുറന്നു വിട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആമയുടെ പേരൊന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ്. അതായത് എന്താണ്? നമ്മുടെ ഈ ഒരു ഗംഗാ സോഫ്റ്റ് ആമ എന്ന് പറയുന്നത് നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1 വരുന്ന ജീവിയാണ് കേട്ടോ. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1 വരുന്ന ജീവിയാണ് എന്തെന്ന് പറയുന്നത്? ഈ ഗംഗാ സോഫ്റ്റ് ആമ എന്ന് പറയുന്നത്. സോ ഇതിന്റെ സംരക്ഷണത്തിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഈ ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ നിരീക്ഷിക്കാനുള്ള സാറ്റലൈറ്റ് ടാഗ് ഘടിപ്പിച്ച ഈ ഒരു ഗംഗാ സോഫ്റ്റ് ആമയ്ക്ക് ഈ ഒരു സാറ്റലൈറ്റ് ടാഗ് ഘടിപ്പിച്ച് അതിന് എന്ത് ചെയ്തിരിക്കുന്നു? അസമിലെ കാസിരംഗ നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവിൽ എന്ത് ചെയ്തിരിക്കുന്നു? തുറന്നു വിട്ടിരിക്കുകയാണ്. അതായത് ബ്രഹ്മപുത്ര നദീതീരത്താണ് അതിനെ തുറന്നു വിട്ടത് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മണിപ്പൂർ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം 2023 മണിപ്പൂർ വംശീയ കലാപം അന്വേഷിക്കാനായിട്ട് ഒരു സമിതിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സമിതിയെ നിയമിച്ചത് 2023 തന്നെയാണ്. ഇപ്പോൾ 2026 ആയിരിക്കുന്നു. പക്ഷെ ഇതുവരെയും ആ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും ചെയ്തിരിക്കുകയാണ്, ആ ഒരു സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലാവധി 6 മാസത്തേക്ക് നീട്ടി നൽകിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ ചോദ്യങ്ങളുണ്ട്. ഈ ഒരു മണിപ്പൂർ കലാപത്തെ പറ്റി അന്വേഷിക്കാനുള്ള സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വളരെ പ്രധാനമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമിതി രൂപീകരിക്കുന്ന സമയത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അജയ് ലാംബയാണ് കേട്ടോ. അജയ് ലാംബയാണ് ഈ ഒരു സമിതി, ഈ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്തെ അധ്യക്ഷൻ. അതായത് മണിപ്പൂർ കലാപത്തെ പറ്റി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അജയ് ലാംബയാണ്. അത് രൂപീകരിക്കുന്ന സമയത്തെ അധ്യക്ഷൻ. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം അദ്ദേഹം 2026 രാജിവെച്ചു. ഈ അജയ് ലാംബ 2026 രാജിവെച്ചു. ഇനി അതിനുശേഷം ബൽബീർ സിംഗ് ചൗഹാൻ. ആരാണ്? ബൽബീർ സിംഗ് ചൗഹാനാണ് ഇതിന്റെ അധ്യക്ഷനായിട്ട് സ്ഥാനമേറ്റത്. അപ്പോൾ ബൽബീർ സിംഗ് ചൗഹാനാണ് നിലവിലെ പറയുന്നത് ഈ ഒരു കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കൂടി പഠിക്കുക. അപ്പോൾ മണിപ്പൂർ വംശീയ കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ആ കമ്മീഷന്റെ അധ്യക്ഷൻ അജയ് ലാംബ ആയിരുന്നു. അദ്ദേഹം രാജിവെക്കുന്നു. അതിനുശേഷം ബൽബീർ സിംഗ് ചൗഹാൻ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അതായത് ഈ ഒരു നമ്മുടെ ഈ ഒരു മണിപ്പൂർ കലാപത്തിനെ കുറിച്ചിട്ട്, അതായത് അതിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് ഒരു വനിതാ സമിതിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഗീതാ മിത്തലാണ്. ഗീതാ മിത്തൽ കേട്ടോ. ഗീതാ മിത്തല് ഒരു വനിതാ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഗീതാ മിത്തലാണ്. അത് ഞാനിവിടെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു വനിതാ കമ്മീഷനിൽ ഒരു മലയാളിയുണ്ട്. ആ മലയാളിയുടെ പേര് ആശാ മേനോൻ എന്നാണ്. എന്താണ്? ആശാ മേനോൻ എന്നാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ എന്തുകൊണ്ട് ഈ 2023 കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 2023 6 മാസത്തെ കൂടി എക്സ്റ്റെൻഡ് ചെയ്തു, കാലാവധി എക്സ്റ്റെൻഡ് ചെയ്തു. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇപ്പോഴുള്ള PSC പരീക്ഷകൾ ചെയ്യുന്നുണ്ട്, ഈ ഒരു 2 വർഷം മുൻപ് 3 വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ വരെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ ചെയ്യണം? നമ്മൾ കുറച്ചും കൂടെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക, പഴയ കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ പറഞ്ഞു? നമ്മൾ ഈ ഒരു മണിപ്പൂർ വംശീയ കലാപം അന്വേഷിക്കാൻ നിയമിച്ച 3 അംഗ അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലാവധി എത്ര മാസത്തേക്ക്? 6 മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. അധ്യക്ഷന്മാരെയൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം നിർമ്മിക്കുന്നത് എവിടെയാണ്? അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം നിർമ്മിക്കുന്നത് എവിടെയാണ്? വിക്രോളിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിവിടെ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുരങ്കം ഏത് പ്രോജക്റ്റിന്റെ ഭാഗം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. കാര്യം ജപ്പാന്റെ സഹായത്തോടെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം നിർമ്മിക്കാനായിട്ട് പോകുന്നത്. അത് ഈ ഒരു വിക്രോളി എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ എന്തായാലും നിർമ്മാണം കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ പോയിന്റ് ആണ്. അതായത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ലോഗോയിലുള്ള ആകെ നക്ഷത്രങ്ങൾ എത്രയാണ്? ഇന്ത്യൻ റെയിൽവേയുടെ ലോഗോയിലുള്ള ആകെ നക്ഷത്രങ്ങൾ എത്രയാണ്? 18 ആണ്. എന്തുകൊണ്ട് മാറി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ? കാര്യം മുൻപ് 17 റെയിൽവേ സോണുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 18 റെയിൽവേ സോണുകളായി. അതുകൊണ്ട് 18 സ്റ്റാറുകളായി. കാര്യം ഓരോ സ്റ്റാറും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ റെയിൽവേ സോണുകളെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 17 റെയിൽവേ സോണുകൾ 18 ആവുമ്പോൾ സ്റ്റാറുകളുടെ എണ്ണം എത്രയാവും? 18 സ്റ്റാറുകളാവും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും പുതുതായിട്ട് വന്ന റെയിൽവേ സോൺ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ 18ാമത്തെ റെയിൽവേ സോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ്. ഏതാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ്. കൃത്യമായിട്ട് പഠിക്കുക, സൗത്ത് കോസ്റ്റ് റെയിൽവേ. ദെൻ ഈ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണം. എവിടെയാണ്? വിശാഖപട്ടണമാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ വരുന്ന പരീക്ഷയിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട സുപ്രീം കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. നമ്മളൊക്കെ കണ്ട കാര്യമാണ്. കാരണം നമ്മുടെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പട്ടികടി, അല്ലെങ്കിൽ പട്ടി കുറുകെ ചാടി വണ്ടിയിലുള്ളവർ വീഴുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യം. ഈ പൊതുവെ തെരുവ് നായയെ കൊണ്ട് വലിയ ശല്യമാണ്. അപ്പോൾ അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാമെന്നും ദയാവധത്തിന് ഭരണകൂടത്തിന് നടപടിയെടുക്കാമെന്നും അടുത്തിടെ വിധി പ്രസ്താവിച്ചത് ആരാണ്? അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാമെന്നും ഇനി ദയാവധത്തിന് ഭരണകൂടത്തിന് നടപടിയെടുക്കാമെന്നും അടുത്തിടെ വിധി പ്രസ്താവിച്ചത് ഏത് കോടതിയാണ്? അപ്പോൾ അത് നമ്മുടെ സുപ്രീം കോടതിയാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട വിധി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇനിയെങ്കിലും കുറച്ച് തെരുവ് നായ ശല്യം കുറയും എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെ.
അടുത്തത് നമ്മുടെ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വിമർശനാത്മകമായ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിൽ ആരാണ്? സൂര്യകാന്താണ് അല്ലെ. അപ്പൊ അദ്ദേഹം തൊഴിലില്ലാത്ത യുവാക്കളെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അവരൊക്കെ പാറ്റകളെ പോലെയാണെന്നും അതായത് പരാന്നഭോജികളാണെന്നും ഒക്കെ പറഞ്ഞ രീതിയിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പിന്നീട് അതിനൊരു ക്ലാരിറ്റി കൊടുക്കുകയൊക്കെ ചെയ്തു. അതായത് ഞാൻ ഫേക്ക് ഡിഗ്രി ഉള്ള ആൾക്കാരെയൊക്കെയാണ് അങ്ങനെ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ കൊടുത്തു. സോ അതെന്തോ ആയിക്കോട്ടെ, ആ വിഷയം ഒരു സൈഡിൽ നിൽക്കട്ടെ. സോ അതിന്റെ പശ്ചാത്തലത്തിൽ, അതായത് ഈ സൂര്യകാന്ത് നടത്തിയ ആ ഒരു പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു പുതിയ ഒരു രാഷ്ട്രീയ പരിഹാസ കൂട്ടായ്മ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് തൊഴിലില്ലാത്ത യുവാക്കളെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുങ്ങിയ രാഷ്ട്രീയ പരിഹാസ കൂട്ടായ്മ ഏതാണ്? എന്താ പറഞ്ഞേ? തൊഴിലില്ലാത്ത യുവാക്കളെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുങ്ങിയ രാഷ്ട്രീയ പരിഹാസ കൂട്ടായ്മയുടെ പേരെന്താണ്? കോക്രോച്ച് ജനതാ പാർട്ടി. എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടി? പാറ്റകളോട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ്? കോക്രോച്ച് ജനതാ പാർട്ടി. ദെൻ ഇപ്പോൾ ഇത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു. കാര്യം എക്സിലാണ് ഈ ഒരു പാർട്ടി എന്ത് ചെയ്തത്? തുടങ്ങിയത്. പക്ഷെ അതിനുശേഷം ഏകദേശം 1 ലക്ഷത്തോളം മെമ്പേഴ്സ് ഒക്കെ ഈ ഒരു പാർട്ടിയിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേശീയ തലത്തിലൊക്കെ തന്നെ ഇത് വളരെയധികം ചർച്ചാ വിഷയമായി. സോ അതുകൊണ്ട് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് പോലും നമ്മൾ വിടാൻ പാടില്ല എന്നാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ അത്രയും ഡീപ്പായിട്ട് തന്നെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് കൽപ്പസാർ പ്രോജക്റ്റിന് സാങ്കേതിക സഹായം നൽകുന്നതിന് ഇന്ത്യയുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? അപ്പൊ എന്താണ്? കൽപ്പസാർ പ്രോജക്റ്റിന് സാങ്കേതിക സഹായം നൽകുന്നതിന് ഇന്ത്യയുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? നെതർലൻഡ്സ് ആണ് എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചേക്കുക. കാരണം നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളുടെ സന്ദർശന വേളയിൽ എന്ത് ചെയ്തു? നെതർലൻഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡാം സന്ദർശിക്കുകയുണ്ടായി. കാരണം ആ ഒരു ഡാമിന്റെ അതേ മാതൃകയിലാണ് ഈ ഒരു കൽപ്പസാർ പ്രോജക്റ്റ് ഒരുങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അപ്പൊ ആ ഡാമിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ഡിജിക്. എന്താണ്? അബ്സല്യൂട്ട് ഡിജിക് എന്നുള്ളതാണ് ആ ഒരു ഡാമിന്റെ പേര്. അത് നെതർലൻഡിലാണ്. സോ ഇതിന്റെ അതേ മാതൃകയിൽ തന്നെയാണ് ഈ ഒരു കൽപ്പസാർ പ്രോജക്റ്റ് ഒരുങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഓർക്കാൻ ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു പ്രോജക്റ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഗംബാത്ത് ഉൾക്കടലിന് കുറുകെയായിട്ട് ഒരു ഡാം നിർമ്മിച്ച് ഒരു ശുദ്ധജല തടാകം ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിനോട് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ നേരത്തെ നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു വിധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞല്ലേ. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ BCCIയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മുടെ BCCI വിവരാവകാശ നിയമത്തിന് കീഴിൽ വരില്ല എന്ന് വിവരാവകാശ കമ്മീഷൻ എന്ത് ചെയ്തിരിക്കുന്നു? പറഞ്ഞിരിക്കുകയാണ്. സോ അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. സപ്പോസ് എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വിവരാവകാശ നിയമത്തിൽ ഉൾപ്പെടാത്ത കായിക സംഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ BCCI ആണ് എന്നുള്ളൊരു കാര്യം ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. കാരണം അതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? BCCI ഒരു ക്ലാരിറ്റി കൊടുത്തിരിക്കുകയാണ്. BCCI എന്ത് ചെയ്യില്ല? വിവരാവകാശ കമ്മീഷന് കീഴിൽ വരില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു BCCI എന്ന് പറയുന്നത് തമിഴ്നാട് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലാണ് രൂപീകരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇതൊരിക്കലും ഒരു ഭരണഘടനാ സ്ഥാപനമൊന്നുമില്ല. ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങളൊന്നും അവിടെ ഇല്ല. അതുപോലെ നമ്മുടെ സർക്കാരൊന്നും അല്ല അതിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നത്. സോ തീർത്തും ഒരു സ്വകാര്യമായ സ്ഥാപനമാണെന്ന് പറയുന്നത് BCCI എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ BCCI വിവരാവകാശ കമ്മീഷന് കീഴിൽ വരില്ല എന്ന് സുപ്രധാനമായ ഒരു ഉത്തരവ് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും 2018 ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. അതായത് BCCI വിവരാവകാശ കമ്മീഷന് വിവരാവകാശത്തിന് കീഴിൽ വരുമെന്ന് ഒരു ഉത്തരവുണ്ടായിരുന്നു. സോ അതിനെതിരെ BCCI പിന്നീട് അപ്പീലിന് പോവുകയും അതിനെ തുടർന്നാണ് ഇപ്പോൾ 2026 ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് IPL ഒരു സീസണിൽ 50 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? അപ്പോൾ എന്താണ്? IPL ഒരു സീസണിൽ 50 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ്? വൈഭവ് സൂര്യവംശിയാണ്. ഈ ഒരു താരത്തിന്റെ പേരിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. കാരണം IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPL ലേലത്തിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ താരം, IPL സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, ഇതെല്ലാം ആര് തന്നെയാണ്? വൈഭവ് സൂര്യവംശി തന്നെയാണ് അല്ലെ. ഇപ്പോൾ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. IPL ഒരു സീസണിൽ 50 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശിയാണ്. ദെൻ അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടെ കിട്ടും. അതായത് IPL ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഭവ് സൂര്യവംശിയാണ്. ദെൻ ഇനി ചിലപ്പോൾ അദ്ദേഹം ബ്രേക്ക് ചെയ്യുമോ എന്ന് ആൾക്കാർ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട റെക്കോർഡ് കൂടിയുണ്ട്. അതായത് IPL ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം എന്ന് പറയുന്നത് ക്രിസ് ഗെയിലാണ്. സോ അദ്ദേഹവുമായിട്ട് ഇപ്പോൾ ഏറ്റവും ക്ലോസിലാണ് സൂര്യവംശി നിൽക്കുന്നത്. മേ ബി അദ്ദേഹം ആ ഒരു റെക്കോർഡ് കൂടി ബ്രേക്ക് ചെയ്തേക്കാം. അങ്ങനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൂടി ചർച്ച ചെയ്യാം.
ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ്. അതായത് 2026 മെയ് മാസം അന്തരിച്ച ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി. ഇപ്പോൾ 2026 മെയ് മാസം അന്തരിച്ച ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ആരെന്നാണ്? നമ്മുടെ BC ഖണ്ഡൂരിയാണ്, അഥവാ ഭുവൻ ചന്ദ്ര ഖണ്ഡൂരി. ഇപ്പോൾ എന്താണ്? ഭുവൻ ചന്ദ്ര ഖണ്ഡൂരിയാണ്. അപ്പോൾ മേജർ ജനറൽ ഭുവൻ ചന്ദ്ര ഖണ്ഡൂരി, കാരണം അദ്ദേഹം ഒരു ആർമി ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. അദ്ദേഹം ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. 2007 അദ്ദേഹം മുഖ്യമന്ത്രി ആവുകയും പിന്നീട് 2009 അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. അതായത് എന്താണ് നമ്മുടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉത്തരാഖണ്ഡിലെ എല്ലാ സീറ്റിലും ഇദ്ദേഹത്തിന്റെ പാർട്ടി പരാജയപ്പെട്ടതിനെ തുടർന്ന് എന്ത് ചെയ്തു? ഇദ്ദേഹം സ്ഥാനം രാജിവെച്ചു. പിന്നീട് വീണ്ടും ഇദ്ദേഹം 2011 ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും അധികാരത്തിൽ വന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക. ദെൻ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി എന്നതിനേക്കാൾ ഉപരി ഇദ്ദേഹം റോഡ് ഗതാഗത മന്ത്രിയായിരുന്നു. റോഡ് ഉപരിതല ഗതാഗത മന്ത്രി കൂടിയായിരുന്നു. അതായത് വാജ്പേയി ഗവൺമെന്റിൽ ഇദ്ദേഹം മന്ത്രിയായിരുന്നു. അപ്പൊ ഇദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന സുവർണ ചതുഷ്കോണത്തിന് നിർണായകമായ പങ്ക് നൽകിയത് ഇദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. സോ ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ 2026 മെയ് മാസം അന്തരിച്ച ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? BC ഖണ്ഡൂരി. ഇനി ഞാൻ അറിവിടത്തിന്റെ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അറിവിടത്തിന്റെ പ്രാക്ടീസ് ബുക്കിനെ പറ്റി ഇനി പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിവിടം എന്ന് പറയുന്നത് SCRT ആണ്. സോ അറിവിടത്തിന്റെ പ്രാക്ടീസ് ബുക്ക് എന്ന് പറയുന്നത് SCRT പഠിച്ചൊരു കുട്ടിക്ക് എങ്ങനെയാണോ PSC പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വരുന്നത് അത് മനസ്സിലാക്കി അതിനൊത്ത് ഉത്തരം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിലാണ് ഈ ഒരു പ്രാക്ടീസ് ബുക്ക് ഞങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ ഏകദേശം 4300 ചോദ്യങ്ങളുണ്ട്. അതിൽ സയൻസിന്റെ ഭാഗത്തു നിന്നുള്ള 1800 ചോദ്യങ്ങളുണ്ട്. ദെൻ സോഷ്യലിന്റെ 2300 ചോദ്യങ്ങളുണ്ട്. ഇതിന് പുറമെ തന്നെ ഈയിടയ്ക്ക് PSC ചോദിച്ച എന്താണ് SCRT ബേസ് ചെയ്തുള്ള PQs കൂടി ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ പർച്ചേസ് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് കുറച്ച് നിയമനങ്ങളായിരുന്നു. അതിൽ ആദ്യത്തെ നിയമനം എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാനായിട്ട് 2026 രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്ന് പറഞ്ഞു? ഡോക്ടർ KM ചന്ദ്രശേഖർ ആണ്. കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം പറഞ്ഞത് ഇന്ത്യൻ വ്യോമസേനയുടെ CAT A ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായ ആദ്യത്തെ വനിത ആരാണെന്ന് പറഞ്ഞു? അത് സ്ക്വാഡ്രൺ ലീഡർ സാനിയാണ്. ദെൻ അതിനുശേഷം 16ാം കേരള നിയമസഭയുടെ പ്രോട്ടൈം സ്പീക്കർ G സുധാകരനാണെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം പറഞ്ഞത് കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ജാജു ബാബു ആണെന്ന് പറഞ്ഞു. അതിനുശേഷം 2 അവാർഡാണ് പറഞ്ഞത്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5ാമത് സാഹിത്യ പുരസ്കാരം ആർക്കാണ്? KV മോഹൻകുമാറിന്. അതിനുശേഷം പറഞ്ഞത് 2026 മഹാകവി P സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് പറഞ്ഞു? ആരാണ്? PP ശ്രീധരൻ ഉണ്ണിയാണ്. അതിനുശേഷം ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ചത് നമ്മുടെ കേരളത്തിലാണെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് വയോജന കമ്മീഷൻ ആരംഭിച്ചതും കേരളമാണ്. അതിനുശേഷം നമ്മുടെ HLL എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ 60ാം വാർഷികം 2026 ആചരിക്കുന്നെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ പറഞ്ഞു. കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ആര് രാജിവെച്ചു? VP സാനു രാജിവെച്ചു. അപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP സാനു എന്ന് പഠിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ മാച്ച് കളഞ്ഞേക്ക്. പുതിയ അപ്ഡേഷൻ നമ്മൾ പഠിക്കും, അതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇനി അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ നിരീക്ഷിക്കാനുള്ള സാറ്റലൈറ്റ് ടാഗ് ഘടിപ്പിച്ച ഗംഗാ സോഫ്റ്റ് ഷെൽ എന്ത് ചെയ്തു? അസമിലെ കാസിരംഗ നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവിൽ തുറന്നു വിട്ടു എന്ന് പറഞ്ഞു. കാരണം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1 വരുന്ന ജീവിയാണ് ഈ ഗംഗാ സോഫ്റ്റ് ഷെൽ. അതിനുശേഷം പറഞ്ഞത് മണിപ്പൂർ വംശീയ കലാപം അന്വേഷിക്കാനുള്ള ആ 3 അംഗ അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടി നൽകിയ കാര്യം പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു? വിക്രോളിയിലാണ്. അതായത് മുംബൈ അഹമ്മദാബാദ് മെട്രോ ട്രെയിൻ നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു തുരങ്കം എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതിനുശേഷം പറഞ്ഞത് ഇന്ത്യൻ റെയിൽവേയുടെ ലോഗോയിലുള്ള ആകെ നക്ഷത്രങ്ങൾ എത്രയാ? 18. കാര്യം 17 സോണുകൾ ഉണ്ടായിരുന്നപ്പോൾ 17 നക്ഷത്രങ്ങൾ, ഇപ്പോൾ 18 സോണുകളായി, അതുകൊണ്ട് 18 നക്ഷത്രങ്ങൾ. അതിനുശേഷം പറഞ്ഞത് അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാമെന്നും ദയാവധത്തിന് ഭരണകൂടത്തിന് നടപടിയെടുക്കാമെന്നും അടുത്തിടെ വിധി പ്രസ്താവിച്ചത് സുപ്രീം കോടതിയാണെന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് BCCI എന്തിന് കീഴിൽ വരില്ല? വിവരാവകാശ നിയമത്തിന് കീഴിൽ വരില്ല എന്ന് വിവരാവകാശ കമ്മീഷൻ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കെങ്കിലും ഈ ഒരു പ്രസ്താവനയെ ബേസ് ചെയ്ത് ചോദിക്കാം. താഴെ തന്നിരിക്കുന്നത് വിവരാവകാശ നിയമത്തിന് കീഴിൽ വരാത്ത കായിക സംഘടന ഏത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. BCCI ആണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? കൽപ്പസാർ പ്രോജക്ടിന് സാങ്കേതിക സഹായം നൽകുന്നതിന് ഇന്ത്യയുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏത്? അത് നെതർലൻഡ്സ് ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അതിനുശേഷം IPL ഒരു സീസണിൽ 50 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണെന്ന് പറഞ്ഞു. ആരാണ്? വൈഭവ സൂര്യവംശിയാണ്. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട വിയോഗം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2026 മെയ് മാസം അന്തരിച്ച ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ആരാണ്? BC ഖണ്ഡൂരിയാണ്. സോ ഇത്രയും കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം
2026-27 കാലയളവിൽ സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് രൂപീകരിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? സുധാമൂർത്തി, ഡോക്ടർ ദഗുപതി പുരന്തേശ്വരി, PT ഉഷ, ഹേമ മാലിനി. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 18-ാം നൂറ്റാണ്ടിൽ കടത്തിക്കൊണ്ടുപോയ ചോള രാജവംശത്തിലെ ചെമ്പ് തകിടുകൾ അടുത്തിടെ ഇന്ത്യക്ക് തിരിച്ചു നൽകിയ രാജ്യം ഏതാണ്? നോർവേ ആണോ, ഫിൻലൻഡ് ആണോ, സ്വീഡൻ ആണോ, നെതർലൻഡ് ആണോ? കൃത്യമായിട്ട് ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം 2026 ONV സാഹിത്യ പുരസ്കാരമായിരുന്നു. ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, M മുകുന്ദനാണ് 2026. അപ്പൊ അതിനൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു 2025 പ്രഭാവർമ്മയ്ക്കായിരുന്നു. ദെൻ 2024 പ്രതിഭ റൈക്കായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ONV കൾച്ചറൽ അക്കാദമിയാണ് പുരസ്കാരം നൽകുന്നത്. പ്രൈസ് മണി 3 ലക്ഷമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉടനീളമുള്ള സാഹിത്യകാരെ പരിഗണിക്കുന്ന ഒരു പുരസ്കാരമാണ് ഈ ഒരു ONV സാഹിത്യ പുരസ്കാരം. ദെൻ സമഗ്ര സംഭാവനയ്ക്കാണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2026 മെയ് മാസം ഗ്ലാൻഡേഴ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ കുതിരപ്പനി റിപ്പോർട്ട് ചെയ്ത ദക്ഷിണേന്ത്യൻ നഗരം ഏത് എന്നാണ് ചോദ്യം. ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ചെന്നൈയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുതിര, കഴുത, കോവർ കഴുത തുടങ്ങിയവയിലൊക്കെ എന്താണ് കാണപ്പെടുന്ന ഒരു രോഗമാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്ലാൻഡേഴ്സ് രോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന ചെന്നൈയിൽ റിപ്പോർട്ട് ചെയ്തു. ഇതിനു മുമ്പ് 2025 കർണാടകയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 മെയ് 21-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ കുറച്ചധികം പോയിന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.